അറിഞ്ഞോ വാസന്തിയെ, മനക്കിലെ ചെക്കൻ്റെ കല്യാണ. ശോഭ മെല്ലെ പറഞ്ഞുകൊണ്ട് അലക്കിയത് ബക്കറ്റിലേക്ക് ഇട്ടു. കാശിനാഥന്റെയോ? ആ, ഏതോ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെയാ. പക്ഷേ മുന്തിയ തറവാട്ടുകാരാണെന്നാ കേട്ടെ. നീ വരില്ലേ? നിനക്ക് ക്ഷണില്ലേ? ഇല്ല. വാക്കുകളിൽ നീരസം നിറച്ച് വാസന്തി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ശോഭ കുളത്തിൽ നിന്ന് കയറി, കൂടെ വാസന്തിയും. ഇതേ സമയം കാശിനാഥന്റെ താലി അവളുടെ കഴുത്തിൽ വീഴുകയായിരുന്നു. ഒരു നുള്ളു സിന്ദൂരത്താൽ അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. ഇരുകാലുകളും തളർന്ന വീൽ ചെയറിലിരിക്കുന്ന മനുഷ്യൻ വന്ന് മകളെ കാശിനാഥന് കന്യാദാനം ചെയ്തു. സദസ്സിലുണ്ടായിരുന്നവർ ഇരുവരെയും പൂക്കൾ കൊണ്ട് വർഷിച്ചു. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി ഇരുവരും ഫോട്ടോ എടുപ്പിനായി നീങ്ങി. ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ നോക്കാത്തവനെ പെണ്ണ് സൂക്ഷിച്ച് നോക്കി. ഫോട്ടോ എടുക്കുമ്പോഴും പെണ്ണ് അവനെ തന്നെ നോക്കി നിന്നു. ഫോട്ടോഗ്രാഫർ പറഞ്ഞനുസരിച്ച് അവൾ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്തതും കാശിയുടെ വിരലുകൾ അവളുടെ നഗ്നമായ വയറിൽ കൊണ്ടു. ഷോക്കേറ്റ പോലെ പെണ്ണ് പൊള്ളിപ്പിടഞ്ഞു. ആട്ടിങ്ങിയിരിക്കടി. കാതിൽ തന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം. പെണ്ണ് വീണ്ടും കാശിയെ തന്നെ നോക്കി നിന്നു. മനസ്സിലൂടെ പല ചോദ്യങ്ങളും മിന്നിമാഞ്ഞു. കൂട്ടുകാരാണെന്ന് തോന്നുന്നു. 4-5 പേരുണ്ട്, കൂടെ ഒരു പെണ്ണും. ആ പെണ്ണ് കാശിയോട് ഒട്ടിച്ചേർന്നാണ് ഇരിപ്പ്. പെണ്ണിനതത്ര പിടിച്ചിട്ടില്ല. അതെ, ഒരു കാര്യം പറയട്ടെ. കാശി, ഇതിൽ നിന്നൊരു ഉരുളെടുത്ത് നീ അവൾക്ക് കൊടുക്ക്. പെങ്ങളെ, ഒന്നാവനും തിരിച്ചു കൊടുക്കണേ. പെണ്ണ് ഞെട്ടി കാശിയെ നോക്കി. അവിടെ സ്ഥായി ഭാവം. ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകുന്നുണ്ട്. കൊടുക്ക് കാശി. ആ പെൺകുട്ടി കാശിയോടായി പറഞ്ഞു. ലച്ചു. കാശി അവളെ വിളിച്ചു. കൊടുക്ക്, ആ കുട്ടി കാത്തിരിക്കണു. ലച്ചു പറഞ്ഞിട്ടും കാശി അവളെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നവനെ നോക്കിയിരുന്നു അവൾ. എന്നുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി, വിഷമിക്കണ്ട കേട്ടോ. അവനങ്ങനെയാ. ഞാൻ അർജുൻ, കാശിയുടെ കൂട്ടുകാരാ ഞങ്ങള്. ഇത് ലക്ഷ്മി. തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടി പറഞ്ഞയാൾ. ഇത് ലോകേഷ്, ഇവൻ ഫാരിസ്. എന്റെ കല്യാണം കഴിഞ്ഞു. വൈഫ് പ്രഗ്നന്റാ. അതാ കൊണ്ടുവരാഞ്ഞ്. ലക്ഷ്മി ലോകേഷും കല്യാണം കഴിച്ചില്ല. ഫാരിസ് കെട്ടിയതാ. നശിപ്പിച്ചു. ഫാരിസ് മുഖം ചുളുക്കി കളിയാലെ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. എന്താ പേര്? ലച്ചു ചോദിച്ചു. ജാനകി. ഞാനൊരു കാര്യം പറയാം. കുറച്ച് ബോൾഡായിട്ട് എന്നാലേ ആ പോയതിനെ മരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതുപോലെ കരഞ്ഞിരിക്കരുത് കേട്ടോ. ലച്ചു പറഞ്ഞുകൊണ്ട് ജാനുവിന്റെ കവിളിൽ തട്ടി. എന്നാ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. അർജുൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു, കൂടെ മറ്റുള്ളവരും. ലോകേഷിന്റെ കണ്ണുകൾ അപ്പോഴും ജാനുവിലായിരുന്നു. അവൻ തന്നെ നോക്കിയാണെന്ന് കണ്ടതും പെണ്ണിന് വല്ലാത്ത വല്ലായ്മ തോന്നി. ലച്ചു ജാനുവിനെ എഴുന്നേൽപ്പിച്ച് കാശിയുടെ അടുത്ത് നിർത്തി. താൻ അടുത്ത് നിൽക്കുമ്പോൾ കാശിക്ക് തന്നോട് എന്തോ അകൽച്ചയും വെറുപ്പുമുണ്ടെന്ന് പെണ്ണിന് തോന്നി. അതുപോലെ തന്നെയായിരുന്നു കാശിയുടെ പെരുമാറ്റവും. ജാനു. ഗായത്രിയുടെ വിളി കേട്ടതും ജാനു ഓടിച്ചെന്ന് അവിടെ മാറിലേക്കായി പറ്റിച്ചേർന്നു. വിഷമങ്ങളെല്ലാം ആ കെട്ടിപ്പിടുത്തത്തിൽ തീർത്തു. ഗായത്രി ജാനുവിന്റെ മുടിയിൽ അരുമയായി തലോടി. ഇറങ്ങാറായിട്ടോ? ഏതോ കാരണവർ വിളിച്ചു പറഞ്ഞതും ജാനു ഞെട്ടി. കരച്ചിൽ തികട്ടി വന്നു. കണ്ണുനീർ കണ്ണിൽ നിന്നും ചാലിട്ടൊഴുകി. ഗായത്രിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. ഭാസ്കരൻ വീൽ ചെയർ ഉരുട്ടി ജാനുവിന്റെ അടുത്തേക്ക് വന്നു. കൂടെ അനിയത്തി കല്യാണ എന്ന കല്യാണിയും അമ്മ വനജയും നടന്നു വന്നു. കണ്ണീരിനിടയിലും ജാനകി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മോളെ. ആ വിളിയിൽ സർവ്വ അതിർവരമ്പുകളും ഭേദിച്ച് കണ്ണുനീർ പൊട്ടിയൊഴുകി. അച്ഛനെ കെട്ടിപ്പിടിച്ച് ആർത്തലച്ച് കരഞ്ഞവൾ. നീ കൊണ്ടുപോലെന്ന് പറച്ച എനിക്ക് എവിടെയും പോകണ്ട. അച്ഛനെ വിട്ടിരിക്ക് എവിടെയും പോകണ്ട. ഏങ്ങലടിച്ച് കരയുന്നതിനിടയിൽ വാക്കുകൾ ചിന്നിച്ചിതറി. കാശികളുടെ കരച്ചിൽ ഒരു പ്രഹസനമായിട്ടാണ് തോന്നിയത്. അവനൊന്ന് പൂച്ചിച്ചിരിച്ചു. ഒരു നിമിഷം കണ്ടിരുന്നവരും നിശബ്ദനായി. അത്രമേൽ അടുപ്പമുണ്ടായിരുന്നു ആ അച്ഛനും മകളും തമ്മിൽ. തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ കാറിൽ കയറുന്ന കാശിനാഥനെ അന്തിച്ച് നോക്കി നിന്നവൾ. കാറിലിരുന്നപ്പോൾ പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തി ജാനകി. ഭാസ്കരൻ നായർ ബിസിനസ്സുകാരനായിരുന്നു. അയാൾ നന്നായി മദ്യപിക്കുമായിരുന്നു. ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി ഭാസ്കരന്റെ വീട്ടിൽ ഒത്തുകൂടി. അടിച്ച് പൂസായ ഭാസ്കരൻ അവിടെ കിടത്തി. അവർ മൂവരും അമ്മയും മക്കളും കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നീങ്ങി. അന്ന് ജാനുവിന് 19 വയസ്സ്. കോളേജിൽ പഠിക്കുന്ന കാലം. കല്ലു ചെറിയ കുട്ടിയും. അമ്മ കിടന്നുറങ്ങിയിരുന്നു. ജാനു പഠിക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അച്ഛനാവുമെന്ന് കരുതി. പക്ഷെ അച്ഛനായിരുന്നില്ല. കാമവരി പൂണ്ട ചെന്നായ്ക്കളായിരുന്നു. തൻ്റെ അടുത്തേക്ക് വന്നവനെ ബുക്ക് വെച്ചെറിഞ്ഞു. അമ്മയുടെ അടുത്തേക്ക് പോകുന്നവനെ തള്ളിയിട്ടു. ഞെട്ടിയുണർന്ന അമ്മയെയും വിളിച്ച് ഉറങ്ങുന്ന കല്ലുവിനെയും എടുത്ത് അടുത്ത മുറിയിൽ കയറി വാതിലടച്ചാണ് അന്ന് രക്ഷപ്പെട്ടത്. രാവ് പുനരുവോളം ആ അമ്മയും മക്കളും കരഞ്ഞു കഴിഞ്ഞു. പശ്ചാത്താപം കൊണ്ട് നീർന്ന അച്ഛനോട് അന്ന് വെറുപ്പായിരുന്നു. പതിയെ മനസ്സിലായി കൂട്ടുകാർ ചതിച്ചു. അച്ഛൻ കടക്കണിയിലാണെന്ന്. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നില്ല. വീട് അമ്മയുടെ പേരിലായിരുന്നു. ജാനുവിന്റെ സ്കൂട്ടി, കാറ് എല്ലാം പോയി. പണമില്ലാത്തതിനാൽ കുടുംബക്കാരെ ഉപേക്ഷിച്ചു.
ഒരു ലോണിന് കാറെടുത്ത് ടാക്സി ആക്കി അച്ഛനെ ഓടിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു ആക്സിഡന്റിൽ ഇരുകാൽ തളർന്നു. അതോടെ ജാനു ജോലിക്ക് പോകാൻ തുടങ്ങി. തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ നിരസിക്കാൻ വീട്ടുകാർക്ക് തോന്നിയില്ല. മകളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് കരഞ്ഞു. ആ കണ്ണീരിൽ ജാനു വിവാഹത്തിന് സമ്മതം മൂളി. മനക്കൽ തറവാട്ടിലെ മൂത്ത സന്തതി കാശിനാഥന്റെ പെണ്ണായി വലതുകാൽ വെച്ച് വിളക്കുമേന്തി അകത്തേക്ക് കയറി ജാനകി കാശിനാഥനായി. ശങ്കിച്ചു നിൽക്കുന്നവളെ കൈപിടിച്ച് മുത്തശ്ശി അകത്തേക്ക് കയറ്റി പൂജാമുറി കാണിച്ചു കൊടുത്തു. മുകളിലേക്ക് കയറാൻ നിന്ന കാശിയെ മുത്തശ്ശി തടഞ്ഞിരുത്തി. അപ്പോഴേക്കും ജാനു വിളക്ക് വെച്ച് വന്നു. കാശി, അവിടെ നിൽക്കുക, ഇങ്ങോട്ട് വാ. പോവാൻ നിന്നവനെ പിടിച്ച് സോഫയിലിരുത്തി അടുത്തായി ജാനകിയെയും ഇരുത്തി. കാശി അവളെ നോക്കി കണ്ണുരുട്ടി. പാലും പഴവുമായി കാശിയുടെ അമ്മ സാവിത്രി വന്നു. ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി അവർ കടന്നു വന്നു. ഒരു സാധു സ്ത്രീ. അപ്പോഴേക്കും കാശിയുടെ അച്ഛനും ബന്ധുക്കളും കൂട്ടുകാരും വന്നു. അമ്മ തന്നെ പാലും പഴവും നൽകി. പെണ്ണിനെ പറ്റി ആളുകൾ കുശുകുശിക്കുന്ന കേട്ട് സഹിക്കവയ്യാതെ കാശി മുകളിലേക്ക് കയറി. അവന്റെ ഭാവമാറ്റം കണ്ട് ലച്ചു കൂടെ പോയി. ആരും അത് ശ്രദ്ധിച്ചില്ല, പെണ്ണൊഴികെ. വീർപ്പുമുട്ടിയിരിക്കുന്ന ജാനുവിനെ കാശിയുടെ പെങ്ങളായ സനികയെ വിളിച്ച് മുകളിലെ കാശിയുടെ മുറിയിലാക്കാൻ പറഞ്ഞു. പൊന്നിന്റെയും വസ്ത്രത്തിന്റെയും വില കണക്കിടുന്ന സ്ത്രീകളിൽ നിന്ന് ജാനകി മോചിതയായി. സനിക അവളെ നോക്കി അരുമയായി ചിരിച്ചു. അവൾ അതേ നേരത്തെ പുഞ്ചിരി നൽകി. മുറിയുടെ മുന്നിലെത്തിയതും അടഞ്ഞ വാതിലിന് മുമ്പിൽ അവൾ നിർത്തി സനിക പോയി. ഒരു കള്ളച്ചിരിയുമായി. അതിനർത്ഥം മനസ്സിലാവാതെ തിരിഞ്ഞു കളിക്കുകയായിരുന്നു ജാനു. അപ്പോൾ ഇതേ സമയം മുറിയിൽ കാശി ലച്ചുവിന്റെ വാരിൽ മുഖമമർത്തി കരയുകയായിരുന്നു. കരച്ചിലിനിടയിലും വാക്കുകൾ പൊട്ടിച്ചിതറുന്നുണ്ട്. നീക്കാവില്ല ലച്ചു, നീക്കാവില്ല, അതിനെ കൂടി നീക്ക് പറ്റില്ല. ലച്ചു മൃദുവായി കാശിയുടെ തലയിൽ തലോടി. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. വാതിൽ തുറന്ന ജാനകി ഈ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. അവളുടെ മനസ്സിൽ സംശയങ്ങൾ കുമിഞ്ഞു കൂടി. ജാനകിയെ കണ്ടതും ഇരുവരും അകന്നു മാറി. ലച്ചോൾ അകത്തേക്ക് ക്ഷണിച്ചു. വാ, കൈമാടി വിളിച്ചു. സംശയിച്ച് ജാനു അകത്തേക്ക് കയറി. ഈ ഡ്രസ്സൊക്കെ മാറ്റണ്ടേ? അതാണ് ബാത്റൂം. ഈ അലമാരിൽ ഉടുക്കാനുള്ള വസ്ത്രങ്ങളുണ്ട്, മാറ്റിയിട്ട് താഴേക്ക് വായോ. അത്രയും ജാനകിയെ നോക്കി പറഞ്ഞവൾ ശേഷം കാശിയോടായി പറഞ്ഞു. കാശി, നീ ഫ്രഷായി വാ, ഞങ്ങൾ താഴെ ഉണ്ടാവും. പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞടന്നു. അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ വീണു. വിരഹത്തിന്റെ, സ്നേഹത്തിന്റെ, നഷ്ടത്തിന്റെ. ലച്ചു ഇറങ്ങിയപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് കേട്ട ശബ്ദം അവളുടെ കണ്ണുനീരിനെ മായ്ക്കാൻ ഉതകുന്നതായിരുന്നു. അറിയാതെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആ ശബ്ദത്തെ അവൾ കാര്യമായി ശ്രവിച്ചു. എന്നാൽ ഇത് വലിയ ചതിയായി പോയി. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയണ വല്ല ഈ കേൾക്കുന്നുണ്ടോ? ആ ഫോണിൽ കുത്തിരിക്കണ നേരം അവനെ വളക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ താലി നിന്റെ കഴുത്തി കിടന്നേനെ. ഞാൻ ഇത്രയും കാലം പരിശ്രമിച്ച് വെറുതെയായി. ഇന്നിപ്പോ കണ്ടില്ലേ, ഏതോ ഒരുത്തി അവന്റെ ഭാര്യയായി. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഗൗരിയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് സുഗന്ധി പറഞ്ഞു നിർത്തി. എരി വലിച്ച് കണ്ണുകൾ കൂർപ്പിച്ച അവൾ അമ്മയെ നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? കാശിയെന്നെ എന്നെ കണ്ണു കണ്ടാ പിടിക്കില്ലാലോ. എന്തോ ശകനം കണ്ട മാതിരിയാ നോട്ടവും ഭാവമൊക്കെ. കണ്ടെനിക്ക് പേടിയാ. പിന്നെ മാമിക്ക് അങ്ങനെ തോന്നൽ വേണ്ടേ? ഈ കാര്യത്തിൽ ഇവിടെ ആർക്കൊരു താല്പര്യമില്ല. അവളെ ഞാൻ അധികം വാഴിക്കില്ല, നോയിക്കോ. പല്ലിയരിച്ചുകൊണ്ട് സുഗന്ധി പറഞ്ഞു. അതിന് ഞാൻ അനുവദിക്കില്ല. കേട്ടുന്ന ലക്ഷ്മി അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പടികളിറങ്ങി. വസ്ത്രം മാറാതെ മുറിയിൽ ശങ്കിച്ചു നിൽക്കുകയായിരുന്നു ജാനകി. കൂട്ടിന് ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായനെ എന്ന് തോന്നി. വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നിയവൾക്ക് കാശിയുടെ പെരുമാറ്റത്തിന് ആക്കം കൂട്ടി. അവളെയൊന്നും നോക്കുക പോലും ചെയ്യാതെ കാശി ടവലെടുത്ത് ബാത്റൂമിലേക്ക് കടന്നു. വലിയൊരു ശബ്ദത്തോടെ ആ വാതിൽ അടയ്ക്കപ്പെട്ടു. ജാനകി ഞെട്ടി വിറച്ചു. തിരിച്ചിറങ്ങുമ്പോൾ അവൾ ആഭരണങ്ങളെല്ലാം അഴിച്ചിരുന്നു. ഒരു മാത്ര കാശി അവളെ നോക്കി. ഒരു സമയങ്ങളുമില്ലാത്ത മുഖം. കണ്ടാലറിയാം പാവമാണെന്ന്. നെഞ്ചിലാരോ കത്തി കുത്തിയിറക്കുന്ന പോലെ. വേണ്ട, തെറ്റാണ്. പെണ്ണെന്ന വർഗമേ ശരിയല്ല. മനസ്സിൽ പിന്നെയും പലത് ഊട്ടിയുറപ്പിച്ചു കാശി. കയ്യിലുണ്ടായിരുന്ന ടവൽ കട്ടിലേക്ക് ഇട്ടു കാശി. മുണ്ട് മുറുക്കിയെടുത്ത് ബുള്ളറ്റിന്റെ കീയും എടുത്ത് താഴേക്ക് പോയി. താഴെ ലച്ചു ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. താൻ പോകുന്ന കണ്ടാൽ അവൾ വരുമെന്ന് തോന്നിയതിനാൽ മനഃപൂർവ്വമാണ് അവൾ ശ്രദ്ധിക്കാതെ പോവാൻ നിന്ന്. കുടുംബക്കാരെല്ലാം പോയിട്ടുണ്ട്, ആരെയും കാണാനില്ല. അപ്പോഴേക്കും പിറകിൽ നിന്ന് അവിടെ വിളി വന്നിരുന്നു. കാശി. കാശി ഒന്ന് തിരിഞ്ഞു നോക്കി. ഒറ്റപ്പുരികം പൊക്കി എന്തെന്ന മട്ടിൽ അവൻ അവളെ നോക്കി. നീ എങ്ങോട്ടാ? ഞാനൊന്ന് പുറത്തേക്ക്. കാശി പറഞ്ഞു നിർത്തി. എനിക്കറിയാം എങ്ങോട്ടാണെന്ന്. നീ ഇപ്പൊ പോവണ്ട, നീ ഇവിടെ വേണം. ഇല്ലടി, എന്നെ കൊണ്ടാവില്ല. നിനക്കറിയില്ലേ കാശി. അത് പിന്നെ മതി, നമ്മൾ തമ്മിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നീ വേറെ ആരെയും അറിയിക്കണ്ട. കാശി പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ലച്ചു ഓടിച്ചെന്ന് പിന്നിൽ കയറി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് മനസ്സിലാക്കിയ കാശി ലച്ചുവിനെയും കൊണ്ട് പറന്നു. ആ ബുള്ളറ്റ് ദൂരേക്ക് ഒരു പൊട്ടുപോലെ മായിന്ന് നോക്കി ജാനകി ബാൽക്കണിയിൽ നിന്നു. വല്ലാത്ത വിഷമവും സങ്കടവും വന്നു. ഇതേ സമയം കാശി ലച്ചുവും പറഞ്ഞ മൊത്തം സ്റ്റെപ്പിന്റെ സൈഡിൽ നിന്ന് കേട്ട സുഗന്ധി ഒരു ഗൂഢസ്മിതത്തോടെ പുഞ്ചിരിച്ചു.
ശേഷം പലതും മനസ്സിൽ കണക്ക് കൂട്ടി കാശിയുടെ മുറിയിൽ കയറി. അവിടെ ജാനു ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഓ, തമ്പുരാട്ടി നീരാടാൻ പോയില്ലേ? കാണിച്ചു തരാം. മനസ്സിൽ അത്രയും പറഞ്ഞ് അവർ ജാനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡീ, ജാനു ഞെട്ടി. എന്ത് നോക്കി നിൽക്കുക? ഇതൊന്നും മാറ്റുന്നില്ലേ? കെട്ടില്ലാമ ചവഞ്ഞിരിക്കാനാണ് ഇങ്ങോട്ട് വന്ന്. ഓ, പൊന്നോട്ട് നിൽക്കുന്നു. അഴിച്ചു വെക്കടിയല്ല, ഇതെല്ലാം എന്റെ ഏട്ടൻ നിനക്ക് തന്നല്ലേ, അല്ലാണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഒരു തരി പൊന്നു തന്നീനോ? ഹാഷ്ടിക്ക് വകയില്ലാത്തവള്. ജാനു ഞെട്ടി കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. ഓ, എന്തെങ്കിലും പറഞ്ഞ ആ പൂങ്കണ്ണീരൊഴുക്കി നിന്നോളും. പോയി വേഗം മാറ്റിവാടി, അടുക്കളയിൽ ധാരാളം പണിയുണ്ട്. അത്രയും പറഞ്ഞവർ പുറത്തേക്ക് പോയി. ജാനകി നിസ്സായതോടെ അവിടെ നിന്നു. പെട്ടെന്ന് കുളിച്ചു മാറ്റി പുറത്തേക്ക് ഇറങ്ങി. അകത്തളത്തിൽ ആരുമില്ലായിരുന്നു. എല്ലാവരും മയക്കത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. പിന്നിലേക്ക് തിരിഞ്ഞ സുഗന്ധിയെ കണ്ടു. വാ പറഞ്ഞുകൊണ്ട് അവർ പടികൾ കയറി. സുഗന്ധിയുടെ മുറിയിലെത്തിയത് നിന്നു. അകത്തേക്ക് കയറി ഇരുവരും. മോൾക്ക് എന്നോട് ദേഷ്യായിരിക്കില്ലേ? നേരത്തെ പറഞ്ഞൊന്നും കാര്യാക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞ. മോള് പേടിച്ചോ? ചോദിച്ചുകൊണ്ട് അവർ അരുമയായ അവളുടെ തലയിൽ തലോടി. കിടക്കയിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന ഗൗരി ഞെട്ടി അമ്മയെ നോക്കി. ഇതെന്തും അറിമായമെന്ന മട്ടിൽ. സുഗന്ധിയുടെ ചോദ്യത്തിന് ജാനകി ഉണ്ടെന്നില്ലെന്നും തലയാട്ടി. പേടിക്കണ്ട കേട്ടോ, എന്നെ മനസ്സിലായോ? ഞാൻ കാശിയുടെ അച്ഛൻ്റെ പെങ്ങളാ, നിന്റെ മകള് ഗൗരി. സത്യം പറഞ്ഞ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ഇല്ലാന്നല്ല, മോൾക്ക് ഇന്നാളീ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം കൂടണേ. ഒളികണാൽ ജാനകിയെ നോക്കിയവർ. തലകുനിച്ച് നിൽക്കുന്നവളെ നോക്കി മനസ്സിൽ ഊറിച്ചിരിച്ചു. ഗൗരിയെ നോക്കി ഒറ്റക്കണ്ണിറുക്കി കാണിച്ചവർ. എന്തൊക്കെ സൗഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാലും കാശി. ഒന്നുമില്ല, മോള് വാ, ഇവിടെ ഇരിക്കേ. മോള് ചിറ്റയ്ക്ക് ഒരു ഉപകാരം ചെയ്തു തരുമോ? ജാനു എന്തെന്ന രീതിയിൽ മുഖമുയർത്തി നോക്കി. ചിറ്റയുടെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് തരൂ. തീരെ വയ്യ എനിക്ക്. ഗൗരിക്കാണ് ഇതൊന്നും അറിയില്ല. ഒരു വീട്ടിലേക്ക് എട്ടിച്ചു വിടേണ്ട പെണ്ണ, ഒരു വക പണിയെടുക്കില്ല. അസത്ത്. അതിനെങ്ങനെയാ ഏടത്തി അവളിങ്ങനെ വഷളാക്കിയത്? ഒന്ന് അടുക്കള കയറ്റാനൊരു പാത്രം എടുക്കാനോ വരെ സമ്മതിക്കില്ല. കാശിക്ക് ഇവിടെന്ന് വെച്ചാൽ ജീവനാ. പറഞ്ഞുകൊണ്ട് അവർ അലമാരിയിലെ വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു. ഒന്നും മറുത്തു പറയാതെ ജാനു എല്ലാം തേക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി. ജാനു ആകെ തളർന്നു. മോളെ, കാശി എവിടെ? രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴായിരുന്നു ആ ചോദ്യം. അറിയില്ലെന്ന രീതിയിൽ തലയാട്ടി. എന്നാ മോള് വാ, കഴിക്കാം. ജാനുവിനത് ആശ്വാസമായി. രാവിലെ എന്തോ കഴിച്ചെന്ന് വരുത്തിയതാണ്. ഉച്ചക്ക് കാശി എണീറ്റ് പോയതിനാൽ കഴിച്ചില്ലായിരുന്നു. വയറ് കാലിയായി പുകയുന്നുണ്ടായിരുന്നു. എന്നാൽ ജാനുവിന്റെ നീക്കത്തെ പാടെ അവഗണിച്ച് സുഗന്ധി പറഞ്ഞു. ഏടത്തി, മോള് കാശിയുടെ കൂടെ കഴിച്ചോട്ടെ, അതാകുമ്പോൾ അവർക്ക് ഇച്ചിരി പ്രൈവസിയും കിട്ടും. ജാനുവിനെ ആക്കി ചിരിച്ച് അവരത് പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. ജാനുവിന് വല്ലാത്ത നാണം തോന്നി. ആ, ഞാനതത്രയ്ക്ക് ഓർത്തില്ല. എല്ലാവരും കഴിക്കാനിരുന്നു. ജാനകി വിളമ്പിക്കൊടുത്തു. കഴിപ്പ് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. വേലക്കാരി വന്ന് പാത്രങ്ങളെല്ലാം എടുത്തു പോയി. പാത്രങ്ങൾ എടുക്കാൻ പോയ ജാനുവിനെ സാവിത്രി ശാസിച്ച് നിർത്തി. സെറ്റും മുണ്ടും കൊടുത്ത് കുളിച്ച് ഇത് ഉടുത്തു വരാൻ പറഞ്ഞു. ജാനു കുളിച്ചു കൊടുത്തു വന്നപ്പോഴേക്കും കാശി വന്നിരുന്നു. സാവിത്രി അവളുടെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുത്തു. കയ്യിലൊരു പാൽ ഗ്ലാസും കൊടുത്ത് അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. വാതിൽ തുറന്നവൾ അകത്തേക്ക് കയറി. പേടികൊണ്ട് കയ്യിലെ ഗ്ലാസ് വിറച്ച് പാല് തൂവുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറുന്ന രൂക്ഷമായ ഗന്ധം അവളെ വന്ന് മൂടി. കാശി കട്ടിലിന്റെ താഴെ ഇരിക്കുകയായിരുന്നു. കയ്യിൽ മത്തിക്കുപ്പി ഉണ്ടായിരുന്നു. അകത്തേക്ക് വന്ന കാലടി ശബ്ദം കേട്ട് കാശി തലയൊന്നുയർത്തി നോക്കി. ജാനകിയെ നോക്കി പുച്ഛിച്ചിരിച്ചു. വരണം വരണം മിസ്സിസ് ജാനകി കാശിനാഥൻ. അവനൊന്ന് പുച്ഛിച്ചു. കാശിനാഥന്റെ കോട്ടയിലേക്ക് സ്വാഗതം. കാശി പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞിരിക്കായിരുന്നു ജാനു. അവൻ പറയുന്നതും ചെയ്യുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. വന്നപ്പോൾ തൊട്ട് കാണുന്ന കാശിയല്ല ഇത്. വല്ലാത്തൊരു ഭയം ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന അവൾ അറിഞ്ഞു. പേടികൊണ്ട് കയ്യിലെ ഗ്ലാസ്സിൽ നിന്നും പാല് തൂവുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു വിറയിൽ ശരീരമാകെ പടരുന്ന പോലെ തോന്നിയവൾക്ക്. ചിന്തകൾ കാടുകയറി അങ്ങെത്തിയിരുന്നു. കാശി വിരഞ്ഞൊടിച്ച ശബ്ദം കേട്ടാണ് ജാനു സ്വഭാവത്തിലേക്ക് വന്നത്. ഞെട്ടിക്കൊണ്ടവൾ അവനെ നോക്കി. മിസ്സിസ് കാശി എന്താണ് ഇത്രക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പറ. കാശിയുടെ ദൃഢവാരുമയമായ ശബ്ദം ജാനുവിന്റെ കാതിൽ തുളച്ച് കയറി. കാശിയുടെ ചുണ്ടുകൾ അവളുടെ കർണപടത്തിനരികിലെത്തി. ജാനു ഞെട്ടി പിന്നോട്ടാഞ്ഞതും കയ്യിലെ പാൽ ഗ്ലാസ് വീഴാൻ പോയി. കാശി അത് അപ്പോൾ തന്നെ പിടിച്ചു. ആഹാ, ഇതെന്താ പാലോ? ഞാൻ രാത്രി പാൽ കുടിക്കാറില്ലല്ലോ, പിന്നെന്താ പാല്? കാശി ഒന്ന് ആലോചിച്ചു. ഓ, കിട്ടിപ്പോയി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണല്ലേ, ഞാനത് മറന്നുപോയി. എങ്കിൽ വാ, നമുക്ക് ഈ പാല് കുടിച്ച് ആദ്യ രാത്രി ആഘോഷമാക്കാം. പറഞ്ഞുകൊണ്ട് കാശിയോടെ കൈകൾ കയറി പിടിച്ചു. അവനിൽ നിന്നും മദ്യത്തിന്റെ ദുർഗന്ധം വല്ലാതെ വമിക്കുന്നുണ്ടായിരുന്നു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. കാശി നെറ്റി വിളിച്ചു. തന്റെ വായിൽ നിന്നും വന്ന മദ്യത്തിന്റെ ഗന്ധമാണ് അവളിലെ മുഖത്തിന്റെ മാറ്റമെന്ന് മനസ്സിലായതും കാശി ഒന്ന് പുച്ഛിച്ചിരിച്ചു.
ചക്രവാളത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ കാശിനാഥൻ മാറും. അപ്പോൾ മാത്രം മറ്റൊരുവനായി മാറും അവൻ. അവൻ പോലും അറിയാതെ, മറ്റാരും അറിയാതെ. അവൻ അവിടെ അരികിലേക്ക് ചേർന്ന് നിന്നു. എന്നിട്ട് ആ കവിളിൽ ഒരു മുത്തം നൽകി. തന്റെ പ്രാണന്റെ പാതിയുടെ ആദ്യത്തെ മുത്തം. ഏറെ നാണത്തോടെ കവിൾ തടങ്ങളിലെ ചുമപ്പ് രാശിയോടെ ഏറ്റുവാങ്ങേണ്ട ആ മുത്തം ഏറെ വെറുപ്പോടെയും ഭയത്തോടെയും അവളെ ഏറ്റുവാങ്ങി.